അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരിഖുൽ ഇസ്ലാമിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തു സാലിസ, 3-ാമത്തെ പാഠം. കാനമറി ഫിൽ ജന്ന. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹിതനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഴൽ പോലെ പിന്തുടർന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഖുറൈശികൾ മുസ്ലിങ്ങളെ കഠിനമായി ഉപദ്രവിച്ചിരുന്നു. ഒരു ദിവസം അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കയ്യേറ്റം ചെയ്തു, കഠിനമായി പ്രഹരിച്ചു. ഉത്ബത്ത് ബിൻ റബിയ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചു, വയറ്റിൽ ചവിട്ടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വികൃതമായി, മൂക്കും മറ്റു ഭാഗങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായി, ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ബനു തൈം ഗോത്രക്കാരായ ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചുമന്ന് വീട്ടിലെത്തിച്ചു. അദ്ദേഹം മരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്താണ്? അദ്ദേഹം ആദ്യം ചോദിച്ചത് ഇതാണ്. വല്ലതും കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്താതെ ഞാൻ ഒന്നും രുചിക്കില്ല. സ്വഹാബികളെല്ലാം ഇങ്ങനെയായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ സ്നേഹിച്ചു. ഉഹദ് യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുറിവേറ്റു. വിവരമറിഞ്ഞ മുസ്ലിങ്ങളെല്ലാം സങ്കടത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപായം സംഭവിച്ചു എന്ന വാർത്തയായിരുന്നു അവരെ ദുഃഖിപ്പിച്ചത്. വിവരമറിയാൻ ഓടിവന്ന ഒരു അൻസാരി വനിതയോട് ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവും സഹോദരനും ഭർത്താവും കൊല്ലപ്പെട്ടു. അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്താണ്? സുഖമായിരിക്കുന്നു. എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാനൊന്ന് കാണട്ടെ. അവർ തിരക്ക് കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതും അവർ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അള്ളാഹുവാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. പ്രവാചക സ്നേഹത്തിലൂട്ടിയ വിശ്വാസദാർഢ്യത്തോടെ അദ്ദേഹം മരണം വരിച്ചു. ഹുദൈബിയയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉർവത്ത് ബിൻ മസ്ഊദിനി സഖഫി ഖുറൈശികളോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ കിസ്റ, കൈസർ, നജ്ജാഷി തുടങ്ങിയ രാജാക്കളുടെ അടുത്ത് പോയിട്ടുണ്ട്. മുഹമ്മദിനെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവാണ് സത്യം. അദ്ദേഹത്തിന്റെ ഉമിനീർ പോലും അവരുടെ കൈകളിൽ സ്വീകരിച്ച് മുഖത്തും ശരീരത്തിലും പുരട്ടുന്നു. അദ്ദേഹം എന്തെങ്കിലും കൽപ്പിച്ചാൽ അനുസരിക്കാൻ അവർ ധൃതി കൂട്ടുന്നു. വുളൂ ചെയ്താൽ ആ വെള്ളം ലഭിക്കാൻ അവർ മത്സരിക്കുന്നു. സംസാരിക്കുമ്പോൾ അവർ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധിക്കുന്നു. ആദരവ് കാരണം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അവർ സൂക്ഷിച്ചു നോക്കുന്നു പോലുമില്ല. ഉർവത്ത് ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ നമ്മൾ സ്വഹാബികളുടെ പ്രവാചക സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. ഇനി നോക്കൂ, തദ്രീബാത്ത്. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. 1. എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാനൊന്ന് കാണട്ടെ. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് എഴുതേണ്ടത്.
നോക്കൂ, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപായം സംഭവിച്ചു എന്ന വാർത്ത മുസ്ലിങ്ങളെ ദുഃഖിപ്പിച്ചു. വിവരമറിയാൻ ഓടിവന്ന ഒരു അൻസാരി വനിതയോട് ആളുകൾ നിങ്ങളുടെ പിതാവും സഹോദരനും ഭർത്താവും കൊല്ലപ്പെട്ടു എന്ന് അറിയിച്ചു. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആ അൻസാരി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിക്കുകയും തങ്ങളെ കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. നുബയ്യിനു സിയാഖ്, അതിലെ രണ്ടാമത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു, ആ സന്ദർഭമാണ് എഴുതേണ്ടത്. നോക്കൂ, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. എന്നിട്ട് അദ്ദേഹത്തോട് നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ശത്രുക്കളോട് പറഞ്ഞ വാക്കുകളാണിത്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുതർജിമു ഇല ലുഗത്തിന, മാതൃഭാഷയിലേക്ക് തർജിമ ചെയ്യാനുള്ളതാണ്. 1. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഇതിന് നമ്മുടെ ഭാഷയിലേക്ക്, മാതൃഭാഷയിലേക്ക് നമ്മൾ തർജിമ ചെയ്യാനുള്ളതാണ്. നോക്കൂ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ സത്യവിശ്വാസിയാവുകയില്ല. അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇനി നോക്കൂ, നുതർജിമു ഇല ലുഗത്തിന, അതിലെ രണ്ടാമത്തത് കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ. അതിനെ നമ്മൾ മാതൃഭാഷയിലേക്ക് എഴുതണം. നോക്കൂ, എല്ലാ ദുരന്തങ്ങൾക്ക് പിറകിലും ഒരു സന്തോഷം ഉണ്ടാകും. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഡേഷ് ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി. അവിടെ പൂരിപ്പിക്കേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി. 2. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഡേഷ് ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഉത്ബത്ത് ബിനു റബിയ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉത്ബത്ത് ബിനു റബിയ ചെരുപ്പ് കൊണ്ട് മുഖത്തടിച്ചു. മൂന്നാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഡേഷ് ഗോത്രക്കാരായ ചിലർ ചുമന്ന് വീട്ടിലെത്തിച്ചു. അവിടെ പൂരിപ്പിക്കേണ്ടത് ബനു തയം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബനു തയം ഗോത്രക്കാരായ ചിലർ ചുമന്ന് വീട്ടിലെത്തിച്ചു. നാലാമത്തത് ശത്രുക്കൾ ഡേഷിനെ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. ഇനി നോക്കൂ, തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. ഈ പാഠത്തിൽ നിന്ന് 4 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. അപ്പൊ നമ്മൾ തന്നെയാണ് 4 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കേണ്ടത്. നോക്കൂ, 1. സ്വഹാബികളെ ദുഃഖിപ്പിച്ച ആ വാർത്ത എന്തായിരുന്നു? ഉത്തരം: ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപായം സംഭവിച്ചു എന്ന വാർത്തയായിരുന്നു സ്വഹാബികളെ ദുഃഖിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം, വധിക്കാനായി കഴുമരത്തിൽ കയറ്റിയ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ എന്താണ് ചോദിച്ചത്? ഉത്തരം: നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. മൂന്നാമത്തെ ചോദ്യം, ബോധം തെളിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ചത് എന്തായിരുന്നു? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്താണ് എന്നതായിരുന്നു. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി ആരാണ്? ഉത്തരം: സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 4 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അവിടെ തയ്യാറാക്കിയിട്ട് ആ വരികളിൽ നിങ്ങൾ എഴുതുക. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഉർവത്ത് ബിൻ മസ്ഊദിനി സഖഫി റളിയല്ലാഹു അൻഹു ഖുറൈശികളോട് പറഞ്ഞ കാര്യങ്ങൾ സംഗ്രഹിക്കുക. അപ്പൊ നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഹുദൈബിയയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉർവത്ത് ബിൻ മസ്ഊദിനി സഖഫി ഖുറൈശികളോട് പറഞ്ഞു: ജനങ്ങളെ, ഞാൻ കിസറ, കൈസർ, നജ്ജാഷി തുടങ്ങിയ രാജാക്കളുടെ അടുത്ത് പോയിട്ടുണ്ട്. മുഹമ്മദിനെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവാണ് സത്യം. അദ്ദേഹത്തിന്റെ ഉമിനീർ പോലും അവരുടെ കൈകളിൽ സ്വീകരിച്ച് മുഖത്തും ശരീരത്തിലും പുരട്ടുന്നു. അദ്ദേഹം എന്തെങ്കിലും കൽപ്പിച്ചാൽ
അനുസരിക്കാൻ അവർ ധൃതി കൂട്ടുന്നു. വുളൂ ചെയ്താൽ ആ വെള്ളം ലഭിക്കാൻ അവർ മത്സരിക്കുന്നു. സംസാരിക്കുമ്പോൾ അവർ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധിക്കുന്നു. ആദരവ് കാരണം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അവർ സൂക്ഷിച്ചു നോക്കുന്നു പോലുമില്ല. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനമായിട്ട് അവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് അതിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. തഹസീസ്. അതിലെ മൂന്നാമത്തെ പ്രവർത്തനം സ്വഹാബികളുടെ പ്രവാചക സ്നേഹം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ, സ്വഹാബികളുടെ പ്രവാചക സ്നേഹം എന്നൊരു ഹെഡിങ് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് സ്വഹാബികൾ. അവർ നബിയോട് സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പല ഉദാഹരണങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ സൗർ ഗുഹയിൽ അഭയം തേടി. ഇഴജന്തുക്കളും പാമ്പുകളും ഉണ്ടാവാൻ ഇടയുള്ളതായിരുന്നു ഈ ഗുഹ. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണമൊരുക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത ത്യാഗം സ്വഹാബികളുടെ പ്രവാചക സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ പുതപ്പ് മൂടിക്കിടന്നു. അള്ളാഹു നബിയെ രക്ഷിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന് സ്വന്തം ജീവനല്ലായിരുന്നു പ്രശ്നം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനായിരുന്നു. ഇതാണ് പ്രവാചക സ്നേഹം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത ശത്രുക്കൾ പ്രചരിപ്പിച്ചപ്പോൾ അത് താങ്ങാൻ സ്വഹാബികൾക്ക് സാധിച്ചില്ല. അവർ സ്വന്തം ജീവൻ മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കാൻ യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കുമെതിരെ ഉഹദ് യുദ്ധവേളയിൽ മുശ്രിക്കുകൾ ഉപരോധം ഏർപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വേണ്ടി മുശ്രിക്കുകൾ ഒരുങ്ങുന്നത് കണ്ട സ്വഹാബികൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടുകയും ആയുധങ്ങൾ കൊണ്ടും സ്വന്തം ശരീരം കൊണ്ടും ശത്രുക്കളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കവചം തീർക്കുകയും ചെയ്തു. ഏതു വിധേനയും തിരുദൂതരെ സംരക്ഷിക്കാൻ സന്നദ്ധരായിരുന്നു അവർ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് ശത്രുക്കൾക്ക് അഭിമുഖമായി നെഞ്ചു വിരിച്ചു നിന്നു. ശത്രുക്കളുടെ അമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽക്കാതെ സംരക്ഷിക്കാൻ തയ്യാറാവുകയായിരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, അങ്ങേക്ക് പകരം സ്വയം ബലി നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നതായി നമുക്ക് കാണാവുന്നതാണ്. പ്രവാചക സ്നേഹത്തിന്റെ ഉത്തമ മാതൃകകളായിരുന്നു അവർ ഓരോരുത്തരും. അപ്പൊ അത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.